ഒരു ദിവസം വിക്രമൻ കാട്ടിൽ. മുത്തു, വേഗം വാ, ഒരു ഉഗ്രൻ പരിപാടി ഒത്തിട്ടുണ്ട്. കാടിനടുത്താ. ഞാൻ വാട്സപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇതെന്താ ആമത്തോടോ? ഹഹ, ഇതാണ് അനിമൽ ക്യാബിൻ. ലൊട്ടിലൊടുക്കിന്റെയും ഗുൽഗുലുമാലിന്റെയും കണ്ടുപിടുത്തമാ. എന്താ ഇതിന്റെ പരിപാടി? മനുഷ്യർക്ക് മൃഗങ്ങളുടെ ശക്തി കിട്ടുന്ന യന്ത്രമാ. ഇതിനകത്ത് കയറി 1 മിനിറ്റ് നിന്നാൽ മതി. മോണിറ്ററിൽ മൃഗങ്ങളുടെ ചിത്രം കാണും. ചിത്രത്തിൽ തൊടണം. 1 മിനിറ്റ് കൊണ്ട് ആ മൃഗത്തിന്റെ ശക്തി കിട്ടും. പക്ഷേ 1 മിനിറ്റ് ആയാൽ പുറത്തിറങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ജീവിയായി മാറും. അയ്യോ, കേട്ടിട്ട് ഇതത്ര സേഫ് പരിപാടിയാണെന്ന് തോന്നുന്നില്ല വിക്രമ. റിസ്കാ? എന്ത് റിസ്ക്? ഞാനകത്ത് കയറി ആനയുടെ ചിത്രത്തിൽ തൊടും. നീ സമയം നോക്കി പുറത്തു നിൽക്കണം. 1 മിനിറ്റ് ആയാൽ നീ വിളിച്ചു പറയുന്നു, ഞാൻ ആനയുടെ ശക്തിയുമായി പുറത്തിറങ്ങുന്നു. ഹേ ഹേ. ആനയുടെ ശക്തി കിട്ടിയാൽ ആദ്യം പോലീസ് സ്റ്റേഷൻ ഇടിച്ച് തകർക്കണം. പോലീസിനെ തൊഴിച്ച് തെറിപ്പിക്കണം. ഹേ ഹേ. അത് കൊള്ളാം. ബാങ്കിന്റെ സേഫ്, പണക്കാരുടെ വീട് ഒക്കെ നമ്മൾ തകർക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ റിസ്ക് തോന്നുന്നില്ല. താൻ കേറിക്കോ. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിക്രമൻ കുഴപ്പമുണ്ടാക്കും, ഇത് തടയണം. ഞാൻ മൊബൈലിൽ സമയം നോക്കാം. ഓക്കെ, ഇത് തന്നെ മോണിറ്റർ. മോണിറ്ററിൽ ആനച്ചിത്രം കണ്ടോ വിക്രമ? കണ്ടു കണ്ടു. എങ്കിൽ തൊട്ടോ. തൊട്ടു. സമയം നോക്കിക്കോ. ഹി ഹി. അയ്യടാ, ശക്തി കൂടിക്കൂടി വരുന്ന ഫീൽ. ഈ ക്യാബിൻ മുത്തു, വലിപ്പവും കൂടുന്നുണ്ടോന്നൊരു സംശയം. അയ്യോ, തന്റെ വലിപ്പം കൂടുന്നതല്ല, ക്യാബിൻ ചെറുതാവുകയാ. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത് മായാവിയുടെ വിദ്യയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ചതിച്ചോ? ഇറങ്ങിയില്ലെങ്കിൽ ആനയായി. അയ്യോ, കൊല്ലല്ലേ, ഇത് ഞാനാ വിക്രമാ.